ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇടുക്കി ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും പോക്സോ അടിസ്ഥാന നിയമ പുസ്തകം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും വനിതാ ശിശുവികസന വകുപ്പിന്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതി സംസ്ഥാനത്ത് ആദ്യത്തേതാണ്. ലൈംഗികാതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം നൽകാൻ 2012 പോക്സോ നിയമം ലോക്സഭ പാസാക്കിയത്. നിയമം നിലവിൽ വന്ന ശേഷവും കേസുകളിൽ കുറവുണ്ടായിട്ടില്ല. കൂടുതൽ കേസുകളും കണ്ടെത്തുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതും സ്കൂളുകളിൽ നിന്നായതിനാലാണ് പോക്സോ അടിസ്ഥാന നിയമ പുസ്തകം സ്കൂളുകളിൽ നൽകാൻ ലീഗൽ സർവീസസ് അതോറിറ്റി തീരുമാനിച്ചത്. അധ്യാപകർക്ക് പോക്സോ കേസുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാനുള്ള മാർഗരേഖയെയും പുസ്തകം ഉപയോഗിക്കാം. പശ്ചിമഘട്ടത്തിലെ പ്രധാന ജൈവ വൈവിധ്യ കേന്ദ്രമായ പെരിയാർ കടുവാ സങ്കേതത്തിലെ ആദ്യ ഉഭയ ഉരഗജീവി സർവേയിൽ ആകെ 149 ഇനങ്ങളെ കണ്ടെത്തി. 67 ഉഭയജീവി ഇനങ്ങളെയും 82 ഉരഗജീവി ഇനങ്ങളെയുമാണ് കണ്ടെത്തിയത്. പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷനും ആരണ്യകം നേച്ചർ ഫൗണ്ടേഷനും സംയുക്തമായാണ് സർവേ നടത്തിയത്. വിവിധ ആവാസ വ്യവസ്ഥകളെ അടിസ്ഥാനമാക്കി വനമേഖലയിലെ 21 ഇടങ്ങളിലായിരുന്നു സർവേ. ചൂരലാമ എന്ന കെയിൻ ടർട്ടിൽ, കാട്ടാമ എന്ന ട്രാവൻകൂർ ടോർട്ടോയിസ്, ഷോർട്ട് ടെയിൽഡ് കുർക്കി എന്ന കുട്ടിവാലൻ ചുരുട്ട എന്നിവ ഉൾപ്പെടെ വംശനാശ ഭീഷണി നേരിടുന്ന 12 ഇനങ്ങളെ സർവേയിൽ കണ്ടെത്തി. ഇതിനു പുറമെ മുൻ സർവേകളിൽ രേഖപ്പെടുത്താത്ത 8 ഇനങ്ങളെ പെരിയാർ കടുവാ സങ്കേതത്തിലെ ഉഭയ ഉരഗജീവി പട്ടികയിലേക്ക് അധികമായി ചേർക്കുകയും ചെയ്തു. സർവേയിൽ രേഖപ്പെടുത്തിയ 67-ൽ 53 ഇനങ്ങളും ലോകത്തിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നവയാണെന്ന് സർവേക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ സന്ദീപ് ദാസ, ഡോക്ടർ രാജ്കുമാർ എന്നിവർ പറഞ്ഞു. 50ാം വാർഷികത്തിന്റെ നിറവിൽ നിൽക്കുന്ന ഇടുക്കിയിലെ ഇരവികുളം ദേശീയോദ്യാനത്തിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമെന്ന അംഗീകാരം ലഭിച്ചു. കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം 2020 മുതൽ 2025 വരെ സംരക്ഷിത വനമേഖലകളിൽ നടത്തിയ മാനേജ്മെന്റ് എഫക്റ്റീവ് ഇവാലുവേഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ നേട്ടത്തിന് മൂന്നാർ വന്യജീവി ഡിവിഷന് കീഴിലുള്ള ഇരവികുളം തിരഞ്ഞെടുക്കപ്പെട്ടത്. രാജ്യത്തെ 438 സംരക്ഷിത വനമേഖലകളിൽ പല ഘട്ടങ്ങളിലായി വിദഗ്ധ സമിതി നടത്തിയ പരിശോധനകളുടെയും വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിലാണ് 92.97% സ്കോർ നേടി ഇരവികുളം ദേശീയോദ്യാനം 1ാം സ്ഥാനത്തിന് അർഹമായത്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, വേൾഡ് കമ്മീഷൻ ഓൺ പ്രൊട്ടക്റ്റഡ് ഏരിയ എന്നിവയുടെ മൂല്യനിർണ്ണയ ചട്ടക്കൂട് അടിസ്ഥാനമാക്കിയായിരുന്നു സ്കോർ നിർണ്ണയം. പശ്ചിമഘട്ട മലനിരകളിൽ 97 സ്ക്വയർ കിലോമീറ്ററാണ് ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ വിസ്തീർണം. പുൽമേടും ഷോലവനങ്ങളും നിറഞ്ഞ ജൈവസമ്പന്നമായ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലയാണ് ഈ ദേശീയോദ്യാനം. ലോകത്ത് ഏറ്റവുമധികം വരയാടുകൾ കാണപ്പെടുന്ന പ്രദേശം കൂടിയാണ് ഇവിടം. കൂടാതെ 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന അപൂർവ ഇനത്തിൽപ്പെടുന്ന നീലക്കുറിഞ്ഞി ഉൾപ്പെടെ 20ഓളം കുറിഞ്ഞി ഇനങ്ങളും ഇവിടെയുണ്ട്. മഴക്കാലം എത്തിയാൽ ഇടുക്കി വെള്ളച്ചാട്ടങ്ങളാൽ സമ്പന്നമാകും. ചെറുതും വലുതും പേരറിയാവുന്നതും അറിയാത്തതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിയിലുണ്ട്. മറയൂരിലേക്കും കാന്തല്ലൂരിലേക്കും എത്തുന്ന സഞ്ചാരികൾ മഴക്കാലത്ത് കണ്ടിരിക്കേണ്ട ഒരു വെള്ളച്ചാട്ടമാണ് ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടം. നവമാധ്യമങ്ങളിൽ മുമ്പേ വൈറലായ ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ സഞ്ചാരികളുടെ വലിയ തിരക്കാണ്. മറയൂരും പിന്നിട്ട് കാന്തല്ലൂരിലേക്കുള്ള യാത്രയിൽ കോവിൽക്കടവിൽ നിന്ന് അല്പദൂരം സഞ്ചരിച്ചാൽ ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിൽ എത്താം. മഴ പെയ്തതോടെ വേനൽ കവർന്ന വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി തിരികെ എത്തിക്കഴിഞ്ഞു. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങി കേരളത്തിന്റെ അയൽ നാടുകളിൽ നിന്നും സഞ്ചാരികൾ ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്നുണ്ട്. ഇടുക്കിയിൽ മാ കെയർ കിയോസ്കുകൾക്ക് തുടക്കമായി. ആരോഗ്യകരവും പോഷകസമ്പുഷ്ടവുമായ ലഘുഭക്ഷണങ്ങൾ, പാനീയങ്ങൾ, സ്കൂൾ സ്റ്റേഷനറി ഇനങ്ങൾ, സാനിറ്ററി നാപ്കിനുകൾ, ഇങ്ങനെ കുട്ടികൾക്ക് ആവശ്യമായതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് മാ കെയർ പദ്ധതി. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ വിവിധ സ്കൂളുകളിലാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഈ കിയോസ്കുകൾ തുറക്കുന്നത്. കിയോസ്കുകൾ സ്ഥാപിക്കാൻ സ്ഥലം ലഭ്യമല്ലെങ്കിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ക്ലാസ് മുറികളും ഇതിനായി വിനിയോഗിക്കാമെന്ന് അധികൃതർ അറിയിച്ചു. പ്രാദേശിക കൂട്ടായ്മകളിലൂടെ പോഷകസമൃദ്ധമായ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് മാ കെയർ കിയോസ്കുകളുടെ പ്രധാന ലക്ഷ്യം. ജില്ലാ വൃത്താന്തം സമാപിച്ചു.